പൃഥ്വിരാജിൻ്റെ ഒടിയൻ എന്ന് പറയുന്നത് കറക്റ്റ് നമ്മളുടെ മിത്തായിരിക്കും. അല്ലെങ്കിൽ നമ്മളുടെ മിത്തിൽ നമ്മൾ ബ്രഹ്മയുഗത്തിൽ എങ്ങനെയാണോ ചാത്തൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ കണ്ടത്, അതിൻ്റെ ഒരു ഫ്ലേവറുള്ള ഒരു സിനിമയായിരിക്കാം ഒടിയൻ. പിന്നെ ഈ ഒരു ഒടിയൻ എന്ന ടൈറ്റിൽ ഓൾറെഡി ലാലേട്ടൻ്റെ സിനിമയ്ക്ക് വന്നതുകൊണ്ട് കോപ്പിറൈറ്റ് ഇഷ്യൂ അങ്ങനത്തെ ലീഗൽ ഇഷ്യൂസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ലാലേട്ടനും രാജുവേട്ടനും തമ്മിലുള്ള ഒരു ഇരിപ്പുവശം എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ കോപ്പിറൈറ്റും അല്ലെങ്കിൽ ലീഗൽ ഇഷ്യൂസ് ഒന്നുമില്ല. അവർക്ക് അതിൻ്റെതായ NOCയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് പൃഥ്വിരാജ് പ്രൊഡക്ഷന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രശ്നവുമില്ല. ആ ഒരു ടോപ്പിക്ക് ആദ്യമായി സെലക്ട് ചെയ്തത് ശ്രീകുമാർ മേനോൻ എന്ന് പറയുന്ന ഡയറക്ടർ തന്നെയാണ്. അപ്പോൾ അദ്ദേഹം തുടങ്ങി വെച്ച ആ ഒരു ഒടിയൻ എന്ന് പറയുന്ന ആ സിനിമ ഇപ്പോഴും ഒരു മോശം സിനിമയാണെന്ന് വിശ്വസിക്കുന്നില്ല. പക്ഷേ ആ സിനിമയ്ക്ക് വേണ്ടി ലാലേട്ടൻ എടുത്ത എഫേർട്ട്, അത് ലാലേട്ടൻ്റെ ഇതുവരെയുള്ള കരിയർ അല്ലെങ്കിൽ ഇനിയുള്ള കരിയറിൽ പോലും അത് നല്ലപോലെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരേ ഒരു റീസൺ മാത്രമാണ് ആ സിനിമയുടെ അടുത്ത് ഇത്രത്തോളം ഒരു ഹെയ്റ്റ് ഫീൽ ചെയ്യാൻ ഉള്ള ഒരു മെയിൻ റീസൺ. അതർവൈസ് ആ ഒരു സിനിമ എന്ന് പറയുന്നത് ഒരു ആവറേജ് സിനിമ, വലിയ സംഭവമായിട്ടൊന്നും ഫീൽ ചെയ്തില്ലെങ്കിലും അതൊരു ഫ്രഷ് ആയിട്ടുള്ള ഒരു നല്ലൊരു കണ്ടന്റ് ആയിരുന്നു. ലോക എന്ന് പറയുന്ന സിനിമ വന്ന സമയത്ത് അതിൽ ഒടിയൻ എന്ന് പറയുന്ന ക്യാരക്ടർ, ഒടിയൻ റെഫറൻസ് ഉണ്ട് എന്നുള്ളതിനപ്പുറത്തേക്ക് അതൊരു ഒടിയൻ അല്ലെങ്കിൽ നമ്മൾക്ക് പരിചിതമായ മിത്തോളജിക്കൽ ഒടിയൻ ആയിട്ട് ഒരു ബന്ധമുള്ള ഒരു ക്യാരക്ടർ അല്ല. പക്ഷേ എങ്കിൽ പോലും ഒടിയൻ എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡിലേക്ക് ചാർലിയെയും നമുക്ക് കൂട്ടാം. ക്ലാസിക് ആയിട്ട് നിലനിൽക്കാൻ പോകുന്ന ഒരു സിനിമ എങ്ങനെ എടുക്കണം എന്നറിയാവുന്ന ഒരു ക്വാളിറ്റി ഫിലിം മേക്കർ, തൻ്റെ വിഷൻസ് എന്താണോ അതേപടി മാത്രം സിനിമ എടുക്കുന്ന, ആരെയും തൃപ്തിപ്പെടുത്തുക എന്ന് പറയുന്ന ആ ഒരു സംഭവം മാറ്റി നിർത്തിയിട്ട് അല്ലെങ്കിൽ അത് സെക്കൻഡറി ആയിട്ട് വെച്ചുകൊണ്ട് തൻ്റെ വിഷ്വൽ എങ്ങനെയാണ് അത് അതുപോലെ തന്നെ പുറത്തു കൊണ്ടുവരിക. അത് നമ്മൾ ബ്രഹ്മയുഗത്തിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോൺസെപ്റ്റിൽ വരെ അത് നമ്മൾ കണ്ടതാണ്. അദ്ദേഹം എടുത്തിട്ടുള്ള എല്ലാ സിനിമകളും, ഇപ്പോൾ റെഡ് ട്രെയിൻ എന്ന് പറഞ്ഞ സിനിമയായാലും ഭൂതകാലമായാലും ഡെയ്സിറേ ആയാലും, ഈ സിനിമകളെല്ലാം മിനിമം ക്വാളിറ്റി കണ്ടന്റ് കീപ്പ് ചെയ്യുന്ന സിനിമകളാണ്. റെഡ് ട്രെയിൻ മാത്രമാണ് നമ്മൾ ഇതുവരെ മലയാളത്തിൽ കാണാത്തൊരു തരം ഏലിയൻ കോൺസെപ്റ്റൊക്കെയാണ്. അത് ഇപ്പോഴാണ് പല നമ്മളുടെ ഡയറക്ടേഴ്സും പുതുമുഖ ഡയറക്ടേഴ്സും അതിനെക്കുറിച്ച് ചിന്തിച്ചു പോലും തുടങ്ങുന്നത്. ഈ രാഹുൽ സദാശിവൻ എന്ന് പറഞ്ഞ ഡയറക്ടർ തുടക്ക കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമയായിട്ട് പോലും ചൂസ് ചെയ്തത് ഇങ്ങനെ ഒരു സിനിമയാണ്. ഈ ഒരു ലൈനപ്പ് തന്നെ ധാരാളമാണ് ഈ ഒരു ഡയറക്ടറിൻ്റെ പൊട്ടൻഷ്യൽ അറിയാൻ വേണ്ടിയിട്ട്. ഈ രാഹുൽ സദാശിവൻ എന്ന് പറഞ്ഞ ഡയറക്ടർ ഉണ്ടല്ലോ, പണി അറിയാവുന്നുള്ള ഡയറക്ടറെ കൈ കിട്ടിയാലെന്ന് പറഞ്ഞൊരു പ്രയോഗം നമ്മൾ എപ്പോഴും പറയാറുണ്ട്. അതിന് പെർഫെക്റ്റ് എക്സാമ്പിളാണ്. അതിന് ഏറ്റവും നല്ല എക്സാമ്പിളാണ് ഡെയ്സിറേ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് പ്രണവ് മോഹൻലാലിൻ്റെ പെർഫോമൻസ്. അദ്ദേഹത്തിൻ്റെ ജീനിൽ കിടക്കുന്ന ആ ഒരു കംപ്ലീറ്റ് ആക്ടറുടെ ഇത് വെച്ച് നമ്മൾ ഒരിക്കലും കമ്പയർ ചെയ്യുന്ന. പക്ഷേ അദ്ദേഹം ഒരു ന്യൂബാണ്. അദ്ദേഹം ഒരുപാട് സിനിമകളൊന്നും ചെയ്തിട്ടില്ല, റെയറായിട്ടുള്ള സിനിമകളെ ചെയ്തിട്ടുള്ളൂ. അതിൽ ആ ഒരു ബിഗിനിങ് സ്റ്റേജിൽ എങ്ങനെയാണ് ഒരു ആക്ടർ ഉണ്ടാവുക ആ രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നതും. പക്ഷേ ഡെയ്സിറേ എന്ന് പറഞ്ഞ സിനിമയിലേക്ക് അദ്ദേഹം വരുന്ന സമയത്ത് ആ ഒരു വ്യത്യാസം അല്ലെങ്കിൽ ആ ഒരു സ്ക്രീനിൽ അദ്ദേഹം പെർഫോം ചെയ്യുന്ന രീതി, ആ ഒരു പെർഫോമൻസ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു രാഹുൽ സദാശിവൻ എന്ന് പറഞ്ഞ ഡയറക്ടർ തന്നെ വിചാരിച്ചത് കൊണ്ട് തന്നെയാണ്. നമ്മൾ മലയാളത്തിൽ നിന്ന് ആദ്യം ഒരു ഓസ്കാർ വേദികൾ വരെ എത്താൻ വേണ്ടിയിട്ട് ആ ഒരു സിനിമയ്ക്ക് ഇന്ന് കഴിഞ്ഞു. അതൊരു ക്ലാസിക് സിനിമയായിട്ട് നമുക്കിനി മാറ്റി വയ്ക്കാൻ പറ്റുന്ന സിനിമയാണ് ബ്രഹ്മയുഗം. അതേ ഒരു പാറ്റേണിലുള്ള മറ്റൊരു നമ്മളുടെ മിത്തോളജിക്കൽ ഹീറോ ആയിട്ടുള്ള ഒടിയൻ എന്ന് പറയുന്ന കഥാപാത്രത്തിനെ വീണ്ടും രാഹുൽ സദാശിവൻ്റെ ഒരു ഡയറക്ഷനിലൂടെ അല്ലെ അദ്ദേഹത്തിൻ്റെ കണ്ണിലൂടെ നമുക്ക് കാണാൻ പറ്റുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതും ഒരു ക്ലാസിക്കായിട്ട് നിലനിൽക്കാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളുടെ കുട്ടികൾ അല്ലെങ്കിൽ നമ്മളെ തലമുറകൾ വളർന്നു വന്നിട്ട് നമ്മളൊരു മുത്തശ്ശനും ഒപ്പനൊക്കെ ആവുന്ന സമയത്ത് നമ്മളുടെ കാലത്തെ മിത്തിക്കൽ എലമെൻറ്റ്സ് എന്തായിരുന്നു എന്ന് അവർ ചോദിക്കുമ്പോൾ ബ്രഹ്മയുഗം എന്ന് പറഞ്ഞ സിനിമ എടുത്ത് കാണിച്ചു കൊടുത്താൽ ഇതാണ് ചാത്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു സിനിമയിലൂടെ ആ ചാത്തൻ എന്ന് പറയുന്ന വിഷ്വലിനുണ്ടാവാൻ പോകുന്ന ഒരു ഇമ്പാക്റ്റ്, ഇപ്പം നമ്മളുടെയൊക്കെ തലമുറ നോക്കുമ്പോൾ ഒരു മൈ ഡിയർ കുട്ടിച്ചാത്തൻ, അതുപോലെ നമുക്ക് ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് വന്ന ലോക ചാത്തൻ, ആ ഒരു ഫോർമാറ്റിൽ പല ഡിഫറെൻറ്റ് ചാത്തന്മാർ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മളുടെ മിത്തിൽ നമ്മൾ എന്താണോ പഠിച്ചത് അതേ ഒരു ഫ്ലേവറുള്ള ആ ഒരു ഡാർക്ക് ചാത്തനെ നമുക്ക് ബ്രഹ്മയുഗം എന്ന സിനിമയ്ക്കകത്ത് കാണാൻ പറ്റും. പിന്നെ പലരും ചർച്ച ചെയ്യാതെ പോയ ഒരു കാര്യമാണ്, അതിനകത്ത് വേറൊരാളും കൂടെ ഉണ്ട്, യക്ഷി. അതിനകത്ത് കാണിച്ച യക്ഷിയാണ് സത്യത്തിൽ ഇനിയിപ്പം ഇപ്പോൾ ഒരു നമ്മളുടെ ലോകത്തൊരു യക്ഷി ഉണ്ട് അല്ലെങ്കിൽ സർവൈവ് ചെയ്യുന്നുണ്ട്. നമ്മൾ സിനിമയിൽ കണ്ടു മടുത്ത യക്ഷി എന്ന് പറഞ്ഞാൽ വൈറ്റ് സാരി ഉടുത്ത് പല്ല് ഇത് വെച്ച് മുടി അയച്ചിട്ട് കിടക്കുന്ന ആ ഒരു ഫോർമാറ്റ് യക്ഷിയാണ്. പക്ഷേ രാഹുൽ സദാശിവൻ്റെ കണ്ണിലൂടെ കാണിച്ച ബ്രഹ്മയുഗത്തിലെ വളരെ ചെറിയൊരു സീക്വൻസ് മാത്രം വന്നു പോകുന്ന ഒരു യക്ഷിയുണ്ട്. അമാൽഡ എന്ന് പറയുന്ന ഒരു ആക്ട്രസ്സാണ് ചെയ്തിരിക്കുന്നത്. ആ ഒരു യക്ഷിയുടെ ഫേസ്, ഇനി യക്ഷി എന്ന് പറയുമ്പോൾ റിയലി നമ്മൾ യക്ഷി എങ്ങനെയായിരിക്കും എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു യക്ഷിയെ തന്നെ ആയിരിക്കും എൻ്റെ മനസ്സിൽ വരുന്നത്.
അത് അധികം ചർച്ചയായ ഒരു കാര്യമല്ല അതിലെ യക്ഷി. ബ്രഹ്മയുഗം എന്ന സിനിമയ്ക്കകത്ത് യക്ഷിയുമുണ്ട്, ചാത്തനുമുണ്ട്. ഈ രണ്ട് മിത്തിക്കൽ ക്യാരക്ടേഴ്സിനെയും രാഹുൽ സദാശിവൻ അവിടെ ക്ലാസിക്കായിട്ട് കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്. ഇനി ആ ഒരു ഗ്രൂപ്പിലേക്ക് നമ്മളുടെ ഒടിയൻ, പൃഥ്വിരാജിൻ്റെ ഒടിയൻ, അതാണ് ഒരു എക്സൈറ്റ്മെൻറ്റ് ഫാക്ടർ. ഡയറക്ടറിനെ കുറിച്ച് നമുക്ക് ഇത്രയും വർക്കിലൂടെ നമുക്കറിയാം. ഇനി പൃഥ്വിരാജ് എങ്ങനെയാവാം ഇങ്ങനൊരു ഒടിയൻ ക്യാരക്ടറായിട്ട് മാറുക? ഇപ്പോൾ അനന്തഭദ്രം പോലുള്ള സിനിമകളിലൊക്കെ അത്തരം കോൺസെപ്റ്റുകൾ, പിന്നെ ഏറ്റവും പുതിയ കുറേ സിനിമകൾ റീസെൻ്റ്ലി ചെയ്തേക്കുണ്ട്. നയൻ, എസ്ര, ഇങ്ങനത്തെ കുറേ സിനിമകൾ, ആ ഒരു പാറ്റേണിലുള്ള കുറേ സിനിമകൾ, വളരെ വലിയ സക്സസ് ആയ സിനിമകളല്ല, അത്തരം സിനിമകളെല്ലാം രാജുവേട്ടൻ എടുക്കാറുണ്ട്. ഒരു ഇലുമിനാറ്റി വൈബുള്ള സാധനങ്ങളൊക്കെ, അല്ലെങ്കിൽ ഡാർക്ക് സംഭവങ്ങളുള്ളത്. സന്തോഷ് ട്രോഫി എന്ന് പറഞ്ഞ ബിപിൻ ദാസ് ചിത്രം മാറ്റി വെച്ചിട്ട് എടുത്തിരിക്കുന്ന ചിത്രമാണ് ഇതെന്ന് പറയുന്നുണ്ട് ഒടിയൻ. റൈറ്റ് ആയിട്ടുള്ള തീരുമാനമാണ്. ഈ ഒരു സിനിമ എന്തായാലും നമ്മുടെ ഭ്രമയൊക്കെ ഇരിക്കുന്ന പോലെ ഒരു ക്ലാസിക്കാണ്. അദ്ദേഹം ആ രീതിയിൽ അത് മേക്ക് ചെയ്യുള്ളൂ, ഒരിക്കലും മോഡേണൈസ്ഡ് ആയിട്ട് എടുക്കില്ല. കാരണം ഓൾറെഡി നമുക്ക് മോഡേണൈസ്ഡ് ആയിട്ടുള്ള നമ്മളെ മിത്തിക്കൽ ഹീറോസിൻ്റെ ഒരു സെറ്റ് ഓഫ് വേൾഡ് ഇവിടെ തുടങ്ങി നിർത്തിയിട്ടുണ്ട്. ലോകയിൽ നമ്മൾ കണ്ട ഒടിയൻ എന്ന് പറയുന്നത് മോഡേണൈസ്ഡ് ആയിട്ടുള്ള ഇന്നത്തെ യങ്സ്റ്റേഴ്സിന് വരെ കണക്റ്റ് ആവുന്ന രീതിയിലുള്ള അനിമയൊക്കെ റെഫറൻസ് എടുത്തിട്ടുള്ള, അല്ലെങ്കിൽ അനിമെ കാണുന്ന ഓഡിയൻസ്, സ്റ്റൈലിഷ് ആയിട്ടുള്ള ഫൈറ്റുകളും കൊറിയൻ സിനിമകളൊക്കെ കാണുന്ന ആൾക്കാർക്ക് വരെ കണക്റ്റ് ആവുന്ന രീതിയിലുള്ള എല്ലാ വേൾഡിലുള്ള ഇൻ്റർനാഷണലി റെക്കഗ്നൈസബിൾ ആവാൻ പോകുന്ന ഒരു കൈൻഡ് ഓഫ് ഒടിയനാണ് DQൻ്റെ ചാർലി. പക്ഷേ രാഹുൽ സദാശിവൻ എടുക്കാൻ പോകുന്ന പൃഥ്വിരാജിൻ്റെ ഒടിയൻ എന്ന് പറയുന്നത് കറക്റ്റ് നമ്മളുടെ മിത്തായിരിക്കും. അല്ലെങ്കിൽ നമ്മളുടെ മിത്തിൽ, നമ്മൾ ബ്രഹ്മയുഗത്തിൽ എങ്ങനെയാണോ ചാത്തൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ കണ്ടത്, അതിൻ്റെ ഒരു ഫ്ലേവറുള്ള ഒരു സിനിമയായിരിക്കാം ഒടിയൻ. ഇപ്പോൾ ബ്രഹ്മയുഗം എന്ന സിനിമയ്ക്ക്, ബ്രഹ്മയുഗം എന്ന ടൈറ്റിൽ പെർഫെക്റ്റ് ആയിരുന്നു. പക്ഷേ ചാത്തൻ എന്ന് പറയുന്ന ടൈറ്റിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നുവെങ്കിൽ, നമ്മളിപ്പോൾ ഒരു ബുക്ക് എടുക്കുന്ന സമയത്ത് അതിൻ്റെ നെയിം ചാത്തൻ എന്നാണെങ്കിൽ ആ ബുക്കിൽ പറയുന്ന കാര്യങ്ങൾ അത് റെക്കഗ്നൈസബിൾ ആവുന്ന സമയത്ത് ആ ഒരു ടൈറ്റിലായിരിക്കും അറിയപ്പെടുന്നത്. അപ്പോൾ ചാത്തൻ്റെ ഒരു ഡെഫിനിഷനായിട്ടാണ് ബ്രഹ്മയുഗത്തിൽ മമ്മൂക്കയുടെ ആ ഒരു ചാത്തൻ ക്യാരക്ടറിനെ കൊണ്ടുവന്നത് എന്നുള്ള രീതിയിൽ നമുക്ക് ആ ഒരു ടൈറ്റിലിൻ്റെ ഇമ്പോർട്ടൻസിലൂടെ തന്നെ കിട്ടിയേനെ. ആ ഒരു ടൈറ്റിൽ തന്നെയാണ് ഇത് ഡിസർവ് ചെയ്യുന്നത്. പിന്നെ ഇതൊരു അൺഎക്സ്പെക്റ്റഡ് കോംബോയാണ്, രാഹുൽ സദാശിവൻ രാജുവേട്ടൻ കോംബോ. അല്ലെങ്കിൽ അതിൻ്റെ കൂടെ ഈ ഒരു ടോപ്പിക്ക് വേണത് ഒടിയൻ. ആ ഒരു ടോപ്പിക്ക് ഈ സ്ഥാനത്ത് ലാലേട്ടനെ കൊണ്ടുവന്നിരുന്നുവെങ്കിൽ ഇതിൽ ഒരുപാട് ഫൈറ്റിങ് കാര്യങ്ങൾ, അതായത് ഈ പറന്ന് ചാട്ടവും അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ടായിരിക്കും. എനിക്ക് തോന്നുന്നു കൂടുതലും ലാലേട്ടനെ ചൂസ് ചെയ്യാത്തതിൻ്റെ കാരണം കുറേ കൂടി ഈ എയറിലൂടെ പറന്നുള്ള ചാട്ടവും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണാം. അപ്പോൾ കുറച്ചും കൂടി ആ ഒരു ലീനായിട്ടുള്ള, അല്ലെങ്കിൽ ഫിസിക് വൈസ് കുറച്ചും കൂടി ഫിറ്റായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ കുറച്ചും കൂടി അത് റിയാലിറ്റി ഫീൽ ചെയ്യും, അല്ലെങ്കിൽ റിയലിസ്റ്റിക് ആയിട്ട് ഫീൽ ചെയ്യും. നമ്മളിപ്പോൾ വൃഷഭയിലൊക്കെ കണ്ടതാണ് ലാലേട്ടൻ ഇങ്ങനെ പറത്തി അവർ റോപ്പിട്ടൊക്കെ എടുക്കുന്നത്. അത് കാണുന്ന സമയത്ത് നമുക്ക് ആ ഒരു ബിലീവബിലിറ്റി പെട്ടെന്ന് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ലാലേട്ടൻ ഫ്ലോറിൽ നിന്ന് കൊടുക്കുന്ന ഫൈറ്റ് പോലെ അല്ല ഈ എയർ കെട്ടി അവർ അടിക്കുന്നത്. അപ്പോൾ അതിനൊരു റിയാലിറ്റി വേണം, ബോഡി ലാംഗ്വേജ് ഒക്കെ ആ രീതിയിൽ വരണം. അപ്പോൾ ആ രീതിയിൽ നോക്കുന്ന സമയത്ത് കുറച്ചും കൂടി ലീനായിട്ടുള്ള ആൾക്കാരെയാണ് കുറച്ചും കൂടി ബെറ്റർ, അല്ലെങ്കിൽ അത്രയും പറന്ന് ചാടിയൊക്കെ ഫൈറ്റുകൾ ചെയ്യാം. കാരണം ഒടിയൻ എന്ന് പറയുന്നത് ഇങ്ങനെ എയറിലേക്ക് പറന്നൊക്കെ പോയി അടി ഉണ്ടാക്കുന്ന കുറച്ച് ടീംസാണ്. അതിൻ്റെ ഒരു മിത്ത് വയസ്സുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ ലോകയിലെ ഒടിയൻ ചാർലിയെക്കുറിച്ച് പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞതാണ്. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നമ്മളുടെ ആചാരങ്ങളിലൊക്കെ പണ്ട് കാലത്ത് നിലനിന്നിരുന്ന, നമ്മളെ മിത്തിൽ നിലനിന്നിരുന്ന ഒരു ഹീറോ തന്നെയാണ് ഒടിയൻ എന്ന് പറയുന്നത്. ഒരു കൂട്ടം ഒരു ആൾക്കാരെന്ന് വേണമെങ്കിൽ പറയാം, ഹ്യൂമൻസ് തന്നെയാണ്. അവർ കുറേ കൂടെ ഒടിവിദ്യകളും മന്ത്രവാദങ്ങളും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ആയിട്ട് അവരുടെ ഷേപ്പ് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതി, രൂപം മാറാനും മൃഗങ്ങളായി മാറാനും ഒക്കെ പറ്റുന്ന ഒരു കൂട്ടം ആൾക്കാർ. ആ മൃഗങ്ങളായി മാറുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലും ഒരു ഡിസബിലിറ്റി ഉണ്ടാവും. ചിലപ്പോൾ ഒരു കാളയായിട്ട് മാറണമെങ്കിൽ കൊമ്പ് കാണില്ല, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടാവും. അതുപോലെ തന്നെ അവർ ഈ ഒരു ഒടിവിദ്യയ്ക്ക് വേണ്ടി ആ ഒരു പവർ കിട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഇതുണ്ട്, ഈ ഗർഭസ്ഥ ശിശുവിനെയൊക്കെ അങ്ങനത്തെ കുറേ സംഭവങ്ങൾ. അതൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ യൂട്യൂബ് എടുത്ത് വെളിയിൽ കളയും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് എലമെൻറ്റ്സും കൂടി ഉള്ളത് കൊണ്ടാണ് മിത്തിക്കൽ ഹീറോയാണ് ഒടിയന്മാർ, അല്ലെങ്കിൽ ഒടിയൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. ഇപ്പോൾ ഈ ഒരു പോസ്റ്റർ, അയ്യോ അലമ്പ് പോയി മൂഞ്ചി തട്ടി